ട്രംപ് ഭരണകൂടം ഇറാന്റെ ആണവ ശേഖരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതായി റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും സുരക്ഷാ സ്ഥിതിഗതികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇറാന്റെ ആണവ വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനുള്ള തന്ത്രപരമായ മാർഗങ്ങളും ഓപ്ഷനുകളും ട്രംപ് ഭരണകൂടം ആവിഷ്കരിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. CBS ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ട്രംപ് ഉത്തരവിട്ടാൽ അത്തരമൊരു ഓപ്പറേഷൻ നടത്തേണ്ട സമയം വ്യക്തമല്ലെങ്കിലും US പ്രസിഡന്റ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഒരു സ്രോതസ് പറഞ്ഞു. എന്നിരുന്നാലും ഏറ്റവും സെൻസിറ്റീവ് കൗണ്ടർ പ്രൊലിഫറേഷൻ ദൗത്യങ്ങൾക്കായി പലപ്പോഴും ചുമതലപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കയുടെ എലൈറ്റ് മിലിറ്ററി യൂണിറ്റായ രഹസ്യ ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിൽ നിന്നുള്ള സാധ്യമായ സേനയെ വിന്യസിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് പദ്ധതികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് CBS ന്യൂസിനുള്ള 2 സ്രോതസ്സുകൾ അറിയിച്ചു. കഴിഞ്ഞ വേനൽക്കാലം വരെ ഇറാൻ ഏകദേശം 972 പൗണ്ട് 60% സമ്പുഷ്ടമായ യുറേനിയം ശേഖരിച്ചിട്ടുണ്ടെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇത് ആയുധ ഗ്രേഡ് മെറ്റീരിയലിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ് മാത്രമാണെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം US ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രങ്ങൾക്കിടയിൽ ആ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ശേഖരം തിരിച്ചുപിടിക്കാനുള്ള പദ്ധതികൾ ട്രംപ് ഭരണകൂടം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിലും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഈ ആഴ്ച ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു ഓപ്ഷനാണിത് എന്നാണ്. യുറേനിയം പിടിച്ചെടുക്കാനുള്ള ദൗത്യം അപകട സാധ്യതയുള്ളതായിരിക്കും. അസാധ്യമല്ലെങ്കിലും ഈ നടപടിക്ക് അവിശ്വസനീയമായ സൈനിക ശേഷികൾ ആവശ്യമാണെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി CBS ന്യൂസിനോട് പറഞ്ഞു. 60% അളവിൽ മലിനമായ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് വാതകമടങ്ങിയ സിലിണ്ടറുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനാൽ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെഹ്റാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും US ഇന്റലിജൻസ് സമൂഹം കഴിഞ്ഞ വസന്തകാലത്ത് വിലയിരുത്തിയതായും CBS റിപ്പോർട്ട് പരാമർശിച്ചു. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം അളവ് 60% ആ നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുന്ന ഏക ആണവായുധേതര രാഷ്ട്രം ഇറാനാണെന്ന് IAEA പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ അഭിസംബോധന ചെയ്യുന്നതിനായി അമേരിക്കയും ഇറാനും നിരവധി റൗണ്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദിയുടെ അഭിപ്രായത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ചർച്ചകൾ ഇറാന്റെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം താഴ്ന്ന നിലയിലേക്ക് കലർത്തി ഇന്ധനമാക്കി മാറ്റുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ഇറാനെതിരായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ വക്കിലാണെന്നും US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യൽ എന്ന സന്ദേശത്തിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം. അതേസമയം കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് US യുദ്ധ വകുപ്പ് പങ്കിട്ടു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ആയിരക്കണക്കിന് ഇറാനിയൻ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.